ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കുറേ സംശയങ്ങൾ, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ ഒരു വർഷം ലഭിക്കുന്ന 6000 രൂപ ലഭിക്കാൻ അർഹതയുള്ളതെന്നും എങ്ങനെയാണ് ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ആ വീഡിയോയിൽ എനിക്ക് കമൻസ് ആയിട്ട് ഇഷ്ടംപോലെ കമൻറ്റുകൾ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജുകൾ ലഭിക്കുകയുണ്ടായി, കുറേ സംശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. അതിൻ്റെ അത് പ്രധാനപ്പെട്ടതായിട്ട് പല വ്യക്തികളും പങ്കുവെച്ച ഒരു സംശയം ഈ അടുത്ത കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ഒരു ഓഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നമ്മുടെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു വർഷം 6000 രൂപ ലഭിക്കുമ്പോൾ ഭാവിയിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? മീൻസ് നമുക്ക് ആ സ്ഥലങ്ങളിൽ വീട് പണിയാൻ പറ്റാതെ വരുമോ, അല്ലെ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾക്കോ കിണർ കുഴിക്കുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അതുപോലെ തന്നെ ആൾക്കാർ ചോദിച്ചാണ്, എൻ്റെ ഭൂമി പേരിലുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ്, അവരിപ്പം ഗൾഫിലാണ്, അതുപോലെ എനിക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ട്. അങ്ങനെ കുറേ ഡൗട്ടുകൾ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു. അതേപോലെ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് സംശയങ്ങൾ ആൾക്കാർ എന്നോട് പങ്കുവച്ചായിരുന്നു. അന്നേരം ഞാൻ തിരഞ്ഞെടുത്ത കുറേ കമൻസിനുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പ്രധാനമായിട്ട് ആ ഓഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്നുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അന്നേരം നിങ്ങൾക്ക് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും ഇത് ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്ന ഈ സംശയങ്ങളുടെ ഉത്തരം നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കുമുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവും ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരെയും alphathetechbro ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് മൈ നെയിം ഈസ് ക്രിസ്റ്റി ജോയ്. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ലഭിക്കുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. ഈ കേരള ഗവൺമെന്റ് ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഫോം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഫോം ഇതാണ്. നിങ്ങൾക്ക് ഈ ഫോം ഒന്നെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയോ ഇത് ഫോം ലഭിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ഫോം ലഭിക്കുന്നതായിരിക്കും. നേരെ നിങ്ങൾക്ക് ഇത് അടുത്തുള്ള എവിടെ ചെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് സ്റ്റോളുകളിൽ ചെന്നാൽ ഈ ഫോം ലഭിക്കും. നമുക്ക് ആദ്യം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മെസ്സേജാണ്, നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ സ്ഥലത്ത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ സ്ഥലം ഡാറ്റാ ബാങ്കിൽ അകപ്പെടും. അതിനുശേഷം ഇത് കൃഷിഭൂമിയായിരിക്കും. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കില്ല എന്നൊക്കെയാണ് ആ ഓഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ്. അത് സത്യം പറഞ്ഞാൽ വസ്തുതാ വിരുദ്ധമാണത്. അതിനവർ പറഞ്ഞേക്കുന്ന ഈ 2ാം പേജിലുള്ള സത്യപ്രസ്താവനയാണ്. നമുക്ക് ആ സത്യപ്രസ്താവന ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഈ വ്യക്തിയുടെ പേര്, അപേക്ഷയിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ സത്യമാണെന്ന് രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഏതെങ്കിലും എപ്പോഴെങ്കിലും തെറ്റാണ് എന്ന് തെളിയുന്ന പക്ഷം പദ്ധതി പ്രകാരം എനിക്ക് അനുവദിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും നിയമാനുസൃതം തിരികെ വസൂലാക്കുന്നതിനും നിയമം അനുശാസിക്കുന്ന നടപടികൾ നേരിടുന്നതിനും സമ്മതമാണ് എന്ന് ഇതിനാൽ സത്യപ്രസ്താവന ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ സ്ഥലം ഇപ്പം 4.4 ഏക്കറും 94 സെൻറ്റും അതിൽ കൂടുതൽ എനിക്ക് ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സാലറി പെൻഷൻ 10,000-ൽ കൂടുതലുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തൊട്ടു മുമ്പിലത്തെ വർഷം ടാക്സ് അടച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ മാത്രം ഓക്കെ, അത് ഏതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2ാമത്തെ, മേൽ പദ്ധതിയിൽ അംഗമാവുന്നതിന് അപേക്ഷയിൽ സമർപ്പിക്കുന്ന ഞാൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട വ്യക്തി അല്ലെന്ന് സത്യപ്രസ്താവന ചെയ്യുന്നു. മീൻസ് ആ മുകളിൽ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം കീഴിൽ വരുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ ഇതിനെ ബോധിപ്പിക്കുന്നു. പദ്ധതിയുടെ നടത്തിപ്പിനായി നിർവഹണ സമയത്തിൽ എൻ്റെ ആധാർ വിവരങ്ങൾ പരിശോധിക്കുന്ന സമ്മതമാണ് എന്ന് സത്യപ്രസ്താവന ചെയ്യുന്നു. മീൻസ് ഈ പദ്ധതിയായി ബന്ധപ്പെട്ട്
വിവരങ്ങൾ കൊടുക്കുന്നതിന് എൻ്റെ ആധാർ നമ്പർ, ഈ അടുത്ത കാലത്ത് കോടതിയുടെ വിധി പ്രകാരം ആധാർ നമ്പർ സ്വീകരിക്കുന്നതിന് സമ്മതമാണോ എന്ന് ആ വ്യക്തിയിൽ നിന്ന് അനുവാദം വാങ്ങണമെന്നുണ്ട്. അതിന് സമ്മതമാണോ എന്ന് അറിയിക്കുന്നു. അത്രയേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സത്യപ്രസ്താവനയാണ്. നേരത്തെ വന്നേക്കുന്നത് നമ്മൾ സത്യവാങ്മൂലം കൊടുക്കുന്നു എന്നാണ്. സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ അഫിഡവിറ്റ് ആണ്. അത് നമ്മൾ കോടതികളിലൊക്കെ സത്യവാങ് കൊടുക്കുന്നത്, അതാണ് നിയമസാധുതയുള്ളത്. ഇത് സത്യപ്രസ്താവനയാണ്. ഞാൻ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇതിനാൽ ബോധിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് സത്യവാങ്മൂലമല്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ആ ഓഡിയോയിൽ നമുക്ക് മനസ്സിലാകാതെ പോയത്. പിന്നെ ഡാറ്റാ ബാങ്കിൽ സ്ഥലം ശേഖരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ഗവൺമെൻറ് തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡാറ്റാ ബാങ്കിൽ സ്ഥലം ശേഖരിക്കുന്നത്. അത് ആർക്കൊക്കെ കണ്ടം മീൻസ് നെൽവയലുകളുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ശേഖരിക്കുന്നത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അന്നേരം കേരള ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഈ ഡീറ്റെയിൽസ് ശേഖരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ മുകളിൽ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട സ്ഥലങ്ങളാണോ നമുക്കുള്ളത്, മീൻസ് അത്രയും ഇതിൻ്റെ അകത്ത് നമുക്ക് ചോദിക്കുന്നുള്ളൂ. അന്നേരം ഇത് വേറെ ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഡാറ്റാ ബാങ്കിൽ ഒരിക്കലും ഉൾപ്പെടുന്ന കാര്യവുമല്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളാണ് ഞാൻ പറയാം. എനിക്ക് മെയിനായിട്ട് എന്നോട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന കമൻറ്റാണ്, എൻ്റെ റേഷൻ കാർഡ് ഒരു സ്ഥലത്തും എൻ്റെ സ്ഥലം ഉള്ളത് വേറെ ഒരു സ്ഥലവുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ ആ സ്ഥലമുള്ള കൃഷി ഓഫീസിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. റേഷൻ കാർഡിൽ ഇൻകം നോക്കിയാണോ ആനുകൂല്യം നൽകുന്നത്? റേഷൻ കാർഡിലെ ഇൻകം അല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം എത്രയാണോ, ഇൻകം എന്നുള്ളൊരു ഇതല്ല അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇൻകം എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ആകെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തൊട്ട് മുമ്പിലത്തെ വർഷം ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇൻകം നോക്കുന്നത്. ബാക്കി നിങ്ങളുടെ സാലറി, അതിൻ്റെ അകത്ത് ഇന്ന ജോലികളുള്ളവർക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അന്നേരം നിങ്ങളുടെ ആ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ജോലിയാണോ ഉള്ളതെന്നാണ് നോക്കേണ്ടത്. സാർ എനിക്ക് റേഷൻ കാർഡ് ഇല്ല, കുടുംബ വീട്ടിലെ കാർഡ് ആണ് ഉള്ളത്. അന്നേരം ആ കുടുംബ വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണേൽ നിങ്ങൾക്ക് സ്വന്തം റേഷൻ കാർഡ് വേണം. വേറെ ചോദിച്ചിരിക്കുന്ന പലരും ചോദിച്ച ഡൗട്ടാണ്, എൻ്റെ ഹസ്ബൻഡ് UAE-യിലാണ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലാണ്, അന്നേരം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹസ്ബൻഡ് എന്ന് നാട്ടിൽ വരുന്നോ അന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതി. ഇത് കാലാകാലത്തേക്കുള്ള പദ്ധതിയാണ്. ഹസ്ബൻഡ് എന്നാണോ നാട്ടിൽ വരുന്നത് അന്ന് രജിസ്റ്റർ ചെയ്യുക, അന്ന് മുതലുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മാർച്ച് 31 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗഡു മുതൽ ഉള്ള പണം ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആദ്യത്തെ ഗഡുവായ 2000 രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ മെയിനായിട്ട് ചോദിച്ച കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യങ്ങളാണ്, പിന്നെ ഇത് വീട് പണിയാൻ സാധിക്കുമോ, ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഭാവിയിൽ വരുമോ? തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ. അതിൻ്റെ അകത്ത് വേറെ ഒരു മെയിനായിട്ട് ചോദിച്ചൊരു കാര്യമാണ്, ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഈ കർഷക രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന്. നിങ്ങളൊരു കർഷകനാണ്, കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലഭിച്ച നമ്പർ ഇവിടെ കൊടുക്കുക. നിങ്ങൾ നിലവിൽ ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നോ പ്രോബ്ലം, ഈ പോർഷൻ ഒഴിവാക്കിയാൽ മതി. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാതിരുന്ന ഒരു പോർഷനാണ് ഈ കർഷക രജിസ്ട്രേഷൻ നമ്പർ. അത് എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും കർഷക രജിസ്ട്രേഷൻ നമ്പർ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാതിരുന്നത്. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അവിടെ കൊടുക്കുക, അല്ലാത്തവർ ആ ഒരു പോർഷൻ ഒഴിവാക്കുക, അവിടെ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. വേറൊരു പ്രധാനപ്പെട്ട സംശയം ഉള്ളതാണ്, നമ്മുടെ കൈവശം ഇരിക്കുന്ന ഭൂമി, അത് മെയിനായിട്ട് ആൾക്കാർ ചോദിച്ചതെല്ലാം ഇതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ എത്ര പേർക്ക് ഇത് ലഭിക്കും? റേഷൻ കാർഡിലുള്ള വ്യക്തികളിൽ ഒരാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുമോ? പ്രായപൂർത്തിയായ മക്കൾക്ക് മുകളിൽ പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഒന്നും ബന്ധപ്പെടുന്ന മീൻസ് അവർക്ക് ആ കാറ്റഗറി ഉള്ള സാലറി കാര്യങ്ങളൊക്കെ അവരുടെ നോക്കുമ്പോൾ അവരതിൻ്റെ അകത്ത് ബന്ധപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അവർക്ക് ലഭിക്കും. മീൻസ് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ക്രൈറ്റീരിയയിൽ നിങ്ങളുടെ മക്കൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ഉള്ളതാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും പ്രൊഫഷണൽ ജോബ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ ഇത് ആർക്കൊക്കെ ലഭിക്കും മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വിദേശത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പം കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ന് നാട്ടിൽ വരുന്നോ അന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അന്ന് മുതലുള്ള എമൗണ്ട്, ഒരു വർഷത്തിൽ 3 ഗഡുവായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് അന്ന് മുതലുള്ള എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം നിങ്ങളിപ്പം നാട്ടിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് ഒരുവിധം ഉള്ള സംശയങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.